എൻ്റെ പേര് ഇന്ദു. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അധ്യാപികയാണ്. ഇതെൻ്റെ മോനാണ് ഹരീഷ് കൃഷ്ണൻ. ശരിക്കും എനിക്ക് ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിയണത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയണത് എൻ്റെ അമ്മാവിൻ്റെ ഒരു ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്നാണ് കൃപാസനം എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കേൾക്കണത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അവിടുന്ന് എനിക്ക് അടുത്തുള്ള ഒരു സിസ്റ്റർ അവിടുത്തെ ഒരു ജപമാല തന്നിരുന്നു. പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഹിന്ദു രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല എങ്ങനെയാണെന്നൊന്നും. അത് കഴിഞ്ഞ ശേഷം അന്ന് ഡോക്ടർ ഒരു 10 ദിവസമൊക്കെ പറഞ്ഞതാണ്. അമ്മാവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വർഷമാവുന്നു. 4th B സ്റ്റേജിൽ കണ്ടതാണ്. ഇപ്പോൾ ഏറെക്കുറെ ക്യൂറായിട്ട് കുഴപ്പമില്ലാതിരിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നത് സെപ്റ്റംബറിലാണ് വന്നത്. സെപ്റ്റംബറിലും ഇതേപോലെ വന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്നു. ഞങ്ങളുടെ ഹിന്ദു രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് തൊഴുതു പോയി. ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ വന്നിട്ട് അന്ന് മോൻ മർച്ചൻ്റ് നേവി കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടും എന്ന് ഏകദേശം നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ആദ്യത്തെ ഇൻ്റർവ്യൂ ബോർഡിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു നവംബറിൽ വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി. ഇവിടെ വന്ന് വീണ്ടും ഞാനൊരു പ്രാർത്ഥിച്ചു. അന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല, എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് പോയ ശേഷം 20ാമത്തെ ദിവസം ഏറ്റവും നല്ല ഒരു അമേരിക്കൻ കമ്പനിയിൽ തന്നെ അവന് സെലക്ഷൻ കിട്ടി. അന്നും ഞാനിവിടെ വന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. ഇപ്പോൾ 2 മാസമായിട്ടുള്ള ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ആവണേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ശരിക്കും മോൻ്റെ ജോലി എന്ന് പറയണത്. ഒരു 42 പേര് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 2 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്, ആ ഒരു അമേരിക്കൻ കമ്പനി. അതിൽ ഒരു സെലക്ഷൻ കിട്ടി. അതിന് വളരെയേറെ അമ്മയോട് നന്ദി പറയണു. എന്തായാലും അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. യോഹന്നാൻ്റെ വിശ്വസുവിശേഷം 1:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മക്കൾ അൾത്താരയിലേക്ക് കടന്നു വരികയും അവർ ഉടമ്പടി എടുക്കാനൊക്കെ ഈ മകള് ഇന്ദു ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇവിടെ വന്ന് പല ദിവസവും പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം തൻ്റെ മകന് ഒരു US കമ്പനിയിൽ നിന്ന് 20 ദിവസത്തിനുള്ളിൽ തന്നെ ജോലി ശരിയാകുന്ന കാര്യവും പിന്നീടാണ് വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ആ ഉടമ്പടി ജീവിതം ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഉടമ്പടി എടുത്തിട്ട് 1.5 മാസമാകുന്നു. 1.5 മാസത്തിനുള്ളിൽ തൻ്റെ മകന് ലഭിച്ച ജോലി, അതായത് 42ഓളം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 2 പേർക്ക് മാത്രം കിട്ടിയ ആ സെലക്ഷനിൽ അത് തൻ്റെ മകനെ അതിനകത്ത് ചേരുവാനും അതിനകത്ത് യോഗ്യനാക്കുവാനുമൊക്കെ കഴിഞ്ഞത് ഉടമ്പടിയിലൂടെയാണെന്നാണ് ഇന്ദു ഇവിടെ പങ്കുവയ്ക്കുക. അതുപോലെ അമ്മ എങ്ങനെയാണ് ഇന്ദുവിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അമ്മ ഒരു ദർശനം കൊടുത്തു, അതൊന്നും തനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെ അമ്മ കടന്നു വരുന്നത്. അമ്മയുടെ സുഗന്ധാഭിഷേകം ഇതൊക്കെ അമ്മ സംസാരിച്ചു എന്നാണ് പറയുക. താനത് കേട്ടു. അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ തൻ്റെ മകൻ US പോകുന്നതിന് മുൻപ് തന്നെ ഓടി വന്ന് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്, നന്ദി അറിയിക്കുകയാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ പ്രദാനം ചെയ്യുന്ന ദൈവിക ഇടപെടലുകൾക്ക് ഓരോ അവസരത്തിലും അതുപോലെ ഓരോ അനുഭവങ്ങളിലൂടെയും സാക്ഷ്യം വഹിക്കുവാൻ നമുക്കും കൃപ തരുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.